ഈ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ ഈ വെസ്റ്റ് നൈൽ പനി അല്പം ആശങ്ക പടർത്തിയിരുന്നു കടുത്ത ചൂടിൽ. ഈ ഒരു ആശങ്ക അല്പം വിട്ടൊഴിയുന്ന ഘട്ടത്തിലാണ് മറ്റ് ചില ആശങ്കകൾ മഞ്ഞപ്പിത്തമടക്കം വ്യാപിക്കുന്ന, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലടക്കം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുള്ളതല്ലേ? അതുകൊണ്ട് തന്നെ എത്രത്തോളം ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടങ്ങളും? കെ പി സൂചിപ്പിച്ചതുപോലെ വെസ്റ്റ് നൈൽ പനിയുടെ ഒരു ആധിക്യത്തിന് ശേഷമാണ് ഇപ്പോൾ മലപ്പുറത്ത് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത്. 3000-ലധികം കേസുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പ്രത്യേകിച്ച് നിലമ്പൂർ മേഖലകളിൽ രോഗം ശക്തമായി വ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചാലിയാർ സ്വദേശിയായ റിനീഷ് മരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ജില്ലയിലെ 7 പേർക്കാണ് മഞ്ഞപ്പിത്ത ബാധിതയെ തുടർന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. 1032 പേരിൽ ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പോത്തുങ്കൽ, പൂക്കോട്ടൂർ, പെരുവള്ളൂർ, മൊറയൂർ തുടങ്ങിയ പഞ്ചായത്തുകളിലും മലപ്പുറം മുനിസിപ്പാലിറ്റിയിലുമാണ് ഏറ്റവും കൂടുതൽ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 152 പേർക്കാണ് കഴിഞ്ഞ 2 മാസത്തിനിടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. വലിയൊരു ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ഈ പ്രദേശത്തൊക്കെ തന്നെയും ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും നൽകിയിരിക്കുന്നത്. നമുക്കറിയാം വേനൽ മഴയൊക്കെ തന്നെയും ജില്ലയിൽ ലഭ്യമാകുന്ന ഒരു സാഹചര്യം, മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും കാര്യമായി നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുനിസിപ്പാലിറ്റിയിലായാലും കോഴിക്കോട് ജില്ലയിലെ കോർപ്പറേഷനായാലും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ ശാശ്വതമായി നടക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ അവസ്ഥയൊക്കെ തന്നെയും കൊതുകുകൾ പെരുകാൻ കാരണമാകുന്നു. വെസ്റ്റ് നൈൽ പനിയുടെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെടണമെന്നൊരു നിർദ്ദേശമൊക്കെ തന്നെയും മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷെ അത് എത്രത്തോളം നടന്നു എന്നതിനെ പറ്റി ആരോഗ്യ വകുപ്പ് വലിയൊരു രീതിയിലുള്ള വിശകലനം നൽകേണ്ടതുണ്ടെന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. എന്തായാലും മഴക്കാലമാണ്, രോഗവ്യാപനം കൂടുവാനുള്ള സാധ്യതയുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. വലിയൊരു രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജനങ്ങൾക്ക് ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നത് കെ പി. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് ഭക്ഷണവും വെള്ളവും കുടിക്കുന്നവരൊക്കെ തന്നെയും വലിയൊരു രീതിയിലുള്ള ശ്രദ്ധ പുലർത്തണമെന്നും ആരോഗ്യ വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. അതോടൊപ്പം ശുദ്ധമായ വെള്ളം കുടിക്കുവാൻ ശ്രദ്ധിക്കണമെന്നൊരു കാര്യമാണ് ആരോഗ്യ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മഴക്കാലമാണ്, മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ എത്രത്തോളം നടന്നു എന്നതിന്റെ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്തെ അപേക്ഷിച്ച് കോഴിക്കോട് ജില്ലയെ പറ്റി പറയുകയാണെങ്കിൽ നിപ്പ അടക്കമുള്ള ഒരുപാട് രോഗങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നുള്ള മാലിന്യ പ്രശ്നമൊക്കെ തന്നെ നിരവധി തവണ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു രീതിയിലുള്ള രോഗവ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കെ പി. അത് തന്നെയാണ്. സംസ്ഥാനത്ത് നിരവധി രോഗങ്ങളാണ് ഇങ്ങനെ പടർന്നു പിടിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ മഞ്ഞപ്പിത്തം പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശം നൽകുന്നത്. പ്രത്യേകിച്ച് മലപ്പുറത്തും എറണാകുളത്തെ വേങ്ങൂരിലും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടാകുന്നുണ്ട് എന്നുള്ള വിമർശനങ്ങളും ശക്തമാണ്. കോഴിക്കോട് നിന്നും ദിഷ്ന, തിരുവനന്തപുരത്ത് നിന്നും ശാലിനിയുമാണ് വിവരങ്ങൾ നൽകിയത്.